തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദില് നമ്മൾ എല്ലാ വർഷവും സിറ്റിയിലെ എല്ലാ ഇമാമിങ്ങളെയും ഇഫ്താർ നടത്താറുണ്ട്. CM-ന്റെ ഇഫ്താർ വരും, ഓപ്പോസിഷൻ ലീഡറുടെ ഇഫ്താർ വരും, അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരുടെ ഇഫ്താർ വരും. അങ്ങനെ പല ഇഫ്താറുകൾ വരും. അപ്പൊ ഒരു ഇഫ്താറിന് പങ്കെടുക്കുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച, CM ഉണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് മന്ത്രിമാര്, എല്ലാ മന്ത്രിമാരും എന്ന് വേണമെങ്കിൽ പറയാം, ചീഫ് സെക്രട്ടറിമാര്, അതുപോലെ തന്നെ മന്ത്രിമാരുടെ PA, എല്ലാ ആളുകളും രാഷ്ട്രീയമായി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു വേദി. മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ബാക്കിയാണ്. മഗ്‌രിബിന് ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ബാക്കിയാണ്. ശ്രദ്ധിച്ചോളി. ആ സമയത്ത് ഈത്തപ്പഴം, ഫ്രൂട്ട്സ്, ചായ, ജ്യൂസ്, കഞ്ഞി, അതുമായി ബന്ധപ്പെട്ട എല്ലാം എല്ലാവരുടെ മുന്നിലും ഉണ്ട്. മന്ത്രിമാരിപ്പുണ്ട്, എല്ലാ ആളുകളും ഇരിപ്പുണ്ട്, CM ഉണ്ട്, ഓപ്പോസിഷൻ ലീഡർ ഉണ്ട്. അങ്ങനെ എല്ലാ ആളുകളും നിരന്നിരിക്കുന്ന സദസ്സിൽ ഒരാള് പോലും ഒരു ഈത്തപ്പഴം എടുത്ത് തിന്നുകയോ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയോ ഒരു ചായ എടുത്ത് കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. മഗ്‌രിബിന് സമയമാകുമ്പോ ബാങ്ക് അതിനകത്ത് കേൾക്കൂല. അപ്പൊ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരാളെ ബാങ്ക് വിളിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്ന സമയം എല്ലാ ആളുകളും, പിണറായി വിജയനും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇങ്ങനെ ഈത്തപ്പഴം എടുക്കുന്നു, കഴിക്കുന്നു. പിന്നെ എന്തും അവരുടെ ഇഷ്ടത്തിനാണ്, എന്ത് വേണോ തിന്നാം. അത് ചിലപ്പോ ഞാൻ കഞ്ഞി കുടിക്കും, ചില ആളുകൾക്ക് ജ്യൂസാണ്, ചില ആളുകൾക്ക് ചായയാണ്, ചില ആളുകൾക്ക് സിഗരറ്റ് വെച്ചിട്ട് ലൈറ്റർ കൊണ്ട് കത്തിക്കലാണ് നോമ്പ് തുറ. കണ്ടിട്ടില്ലേ കഞ്ഞിപ്പുരയുടെ പുറകിലൊക്കെ നിൽക്കുമ്പോ ആ റമളാൻ നമുക്ക് ഹയാത്താക്കണം. എന്താ ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുവദിച്ച സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. അരമണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റമളാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കേവലം ഒരു നോമ്പ്, അത്താഴം കുടിച്ച് അത്താഴ സമയം മുതൽ സഹറിന്റെ സമയം മുതൽ ഫിത്തറിന്റെ സമയം വരെ കുറച്ച് ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഒഴിവായി അതൊന്നും കഴിക്കാതിരിക്കുക. ഇതാണോ ഈ നോമ്പെന്ന് പറയുന്നത്? മറ്റ് ആരാധനകളിൽ നിന്ന് നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? നോമ്പിന് ഒന്നും ചെയ്യാനില്ല. നോമ്പിന് നിസ്കാരം എങ്ങനെയാണ്? കൈ കെട്ടണം, റുക്കൂ ചെയ്യണം, എഴുന്നേൽക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം, എഴുന്നേറ്റിരിക്കണം, വീണ്ടും സുജൂദ് ചെയ്യണം. ഇതാണ് നിസ്കാരം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. ഹജ്ജ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് പോണം, പരിശുദ്ധമായ തവാഫ് ചെയ്യണം, സഈ ചെയ്യണം, അറഫയിൽ പോകണം, മിനയിൽ രാപാർക്കണം, മുസ്ദലിഫയിൽ രാപാർക്കണം, മിനയിൽ വന്ന് കഴിയണം, കല്ലെറിയണം. കുറെ കാര്യങ്ങൾ ചെയ്യലാണ് പരിശുദ്ധമായ ഹജ്ജ്. നിസ്കാരവും അങ്ങനെ തന്നെ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണം കൃത്യമായി അളക്കണം. ആ അളന്നിട്ട് 2.5% പാവപ്പെട്ടവനെ കണ്ടെത്തി അവന്റെ കയ്യിൽ കൊടുക്കണം. ഇതല്ലേ സക്കാത്ത്? എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. പക്ഷെ നോമ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പ്. എന്ത്? കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടരുത്, ഫസാദ് പറയരുത്, പരദൂഷണം പറയരുത്. ഇതൊക്കെയാണ് നോമ്പ്. പിന്നെ നമ്മൾ അതോടൊപ്പം ചെയ്യുന്ന തസ്ബീഹുകൾ, നിസ്കാരങ്ങൾ, മറ്റ് ഇബാദത്തുകൾ, അത് നമുക്ക് കിട്ടുന്ന ബോണസാണ്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പെന്ന് പറയുന്നതിന് അള്ളാഹു പറഞ്ഞ വാക്കേതാണ്? സൗമെന്നതല്ലേ. ഈ വാക്ക് എവിടെന്നാ വന്നതെന്നറിയോ? മറിയം ബീബി റളിയല്ലാഹു അൻഹാ ഗർഭിണിയാകുന്ന സമയത്ത്, ഈസാ നബി അലൈഹിസ്സലാമിനെ തന്റെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ മറിയമേ, എങ്ങനെയാ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായതെന്ന് ആര് ചോദിച്ചാൽ നിനക്കെന്ത് മറുപടിയാ പറയാനുള്ളത്? എന്ത് മറുപടിയാ നീ കൊടുക്കുക? ആരെന്ത് ചോദിച്ചാലും നീ
ചെയ്യേണ്ടത് എന്തെന്നറിയോ? പറയണം, ഇന്നീ നദറതു ലിർറഹ്മാനി സൗമാ. നീ പടച്ചവന് വേണ്ടി ഒരു നേർച്ച നേർന്നിട്ടുണ്ടെന്ന് പറ. എന്തു നേർച്ചയാണ്? ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. ഇന്നേ ദിവസം ആരോടും മിണ്ടൂല, ഒരു മൗനവ്രതത്തിലാണെന്ന് നീ പറ. ഇന്നീ നദറതു ലിർറഹ്മാനി സൗമാ. ഞാൻ എന്റെ പടച്ചവന് വേണ്ടി നോമ്പ് പിടിച്ചിരിക്കുകയാണ്. സൗമ് അവിടെ നോമ്പെന്ന് പറഞ്ഞാ ഭക്ഷണം കഴിക്കില്ലെന്നല്ല, അതിനർത്ഥം വെള്ളം കുടിക്കില്ലെന്നല്ല, അതിനർത്ഥം ഞാൻ ഭർത്താവുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടില്ലെന്നല്ല. പിന്നെ മറിയം ബീവി പറഞ്ഞ വാക്കേതാണ്? ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. ആവശ്യമില്ലാതെ ആരോട് ഞാൻ ഇടപെടൂല, ഒരാളോടും എനിക്ക് എന്തും പറയാനില്ല, എനിക്കൊരു കാര്യവും പറയാനില്ല. ഇതാണ് എന്റെ വ്രതമെന്ന്. ആ വ്രതത്തിന്റെ പേരേതാണ്? സൗമ്. അതിന്റെ ബഹുവചനമാണ് സിയാം. അല്ലാഹ് പറഞ്ഞതെന്താണ്? ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് സൗമ്. ഏത് സൗമ്? മറിയം ബീവി പറഞ്ഞ ആ വാക്ക്, അതിന്റെ ബഹുവചനം സിയാം. അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്, അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിർബന്ധമെന്നല്ല അല്ലാഹ് പറഞ്ഞത്, നിർബന്ധമെന്നല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു. എല്ലാവരും ഇൻഷാ അല്ലാഹ്, വേറെ കളക്ഷൻ ഒന്നുമില്ല, നല്ലൊരു സദഖ, നല്ലൊരു ഹദിയ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ഏതെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ നിയത്താക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു ഹദിയ എടുത്തേ. വേറെ പിരിവൊന്നുമില്ല, നല്ല നോട്ട് തന്നെ എടുത്തോളി ഇൻഷാ അല്ലാഹ്. എപ്പോഴാ പിൻവലിക്കുന്നതെന്നും പറയാൻ പറ്റില്ല, കൊടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് കൊടുത്തോളി. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ എല്ലാവരും നേരത്തെ തന്നെ എടുത്തു വെച്ചോളിയും. ബക്കറ്റ് കൊണ്ടുവരും, അതിനകത്തിടണം. അള്ളാഹുവേ, എന്താണോ നമ്മളുടെ ലക്ഷ്യം, ഉദ്ദേശം, അതിനെ നിറവേറ്റി തരണേ തമ്പുരാനെ. ബറക്കത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇട്ടോളി ഇൻഷാ അല്ലാഹ്. എല്ലാ ഭാഗങ്ങളിലും പോയി. സ്ത്രീകളുടെ ഭാഗത്ത് എങ്ങനെയാ ബക്കറ്റ് കൊടുക്കോ? ശരി. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നല്ല. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു, എഗ്രിമെന്റ് ചെയ്യപ്പെട്ടിരിക്കാൻ. എഴുതുന്നത് വേറെ, നിർബന്ധം വേറെ. എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവം കൂടുതലാണ്. നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്, നോമ്പ് നിങ്ങൾ പിടിക്കണം എന്ന് പറയുന്നു. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കും. ബക്കറ്റ് നടക്കട്ടെ, ബക്കറ്റ് കളക്ഷൻ നടന്നോട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ സൗമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചില കുതിരയ്ക്ക് വെള്ളവും തീറ്റയും കൊടുക്കാതെ അതിന്റെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ കുതിരകൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ കുറച്ചു നാള് പട്ടിണിക്കിടും, കുറച്ചു നാള് അതിനെ നിയന്ത്രിക്കും, അതിന്റെ ഭക്ഷണം നിയന്ത്രിക്കും. അതിന് പറയുന്ന പേരാണ് സൗമ്. അങ്ങനെ ഉണ്ടാകുന്ന കുതിരയുടെ പേര് ഫർസുൻ സ്വാഇമുൻ എന്നാണ്. ഫർസുൻ സ്വാഇം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കപ്പെട്ട കുതിര എന്നാണ്. എന്തിനാ അത് ചെയ്യുന്നത്? ഒരു കായിക ക്ഷമത കിട്ടാൻ വേണ്ടിയിട്ട് കുതിരകൾക്ക് പോലും അത് കഴിക്കുന്ന അത്രയും തോതിൽ ഭക്ഷണം കൊടുക്കാതെ ചില ഘട്ടങ്ങളിൽ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ എന്തിനാ അല്ലാഹു തആല 11 മാസം എപ്പോഴും വേണോ തിന്നാം, തിന്നൂടെ? 11 മാസക്കാലം രാവിലോ പകലിലോ ളുഹറിനോ അസറിനോ മഗ്രിബിനോ ഇശാക്കോ എപ്പോഴും വേണോ തിന്നാം. രാത്രി അലാറം വെച്ചിട്ട് വേണമെങ്കിലും എഴുന്നേറ്റിരുന്ന് കഴിക്കാം. ഒരു തടസ്സവും ഇല്ല, ഒരു നിരോധനവും ഇല്ല. പിന്നെ അല്ലാഹു തആല 1 മാസക്കാലം ഫജ്ർ മുതൽ ഗുറൂബ് വരെ, ഫജ്ർ മുതൽ ഗുറൂബ് വരെ, സൂര്യന്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ പടച്ച തമ്പുരാൻ പറഞ്ഞു പാടില്ല.
അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാ. എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? ഈ നോമ്പിന് അള്ളാഹു നമ്മളെ പട്ടിണിക്കിടുന്നത് എന്തിനാണ്? എന്തിനാണ് നമ്മളെ പട്ടിണിക്കിടുന്നത്? അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. എന്തിനാ പടച്ചവന് അള്ളാഹ് പറഞ്ഞോടെ കുറച്ച് വെള്ളം കുടിച്ചോ, ഭക്ഷണം അരുത് പറഞ്ഞില്ലല്ലോ. നീ വെള്ളം കുടിക്കാൻ പാടില്ല. വീട്ടിനകത്ത് വെള്ളം നിനക്ക് ഏറ്റവും നല്ല എളുപ്പത്തിൽ നിന്റെ ഡൈനിങ് ഹാളില്, ഡൈനിങ് ടേബിളില് വെള്ളമുണ്ട്, ഫ്രിഡ്ജിൽ ശീതള പാനീയമുണ്ട്. വീട്ടിലാരുമില്ല. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു അരുത്, നീ ചെയ്യരുത്, കുടിക്കരുത്. അല്ലാഹ് പറയുന്ന സമയത്തെ കുടിക്കാവൂ.